ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ പാലസ്റ്റീൻ അതോറിറ്റി, അതായത് PLO, അവർക്കെതിരാണ് വെസ്റ്റ് ബാങ്കിൽ. നേരത്തെ അവരാണ് ഈ ഗാസ സ്ട്രിപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസ് അടിയായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗ്രാജുവലായിട്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്തു, ഒരു ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഒരു പൂർണ്ണമായിട്ടും ടെറർ ഓർഗനൈസേഷൻ ആയിരുന്നില്ല ഹമാസ്. പിന്നീട് ഒരു ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷനായിട്ട് മാറി, ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറി. അതിൻ്റെ പരിണത ഫലങ്ങളായിട്ടുണ്ടായതാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് IS ആണെങ്കിലും അൽ ഖൈദ ആണെങ്കിലും അങ്ങനെ പല മൂവ്മെൻറ്റുകളും. അതൊരു സുന്നി വേർഷനായിരുന്നു. അപ്പോൾ ഇത് അവിടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ത്രെട്ടായി മാറി. ഇത് ആദ്യമല്ല അറബ് രാജ്യങ്ങളൊക്കെ ഈ ഹമാസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് അവർക്കും പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. കാരണം അവരുടെ രാജ്യത്തും കാരണം എല്ലാ രാജഭരണമുള്ള രാജ്യങ്ങളാണ് ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പം അവർക്ക് മനസ്സിലായി അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പുറകെ ഈ ഐഡിയോളജിയാണ് കയറി വരുന്നത്. അതോടുകൂടി അവർക്കും ഭയമായി. ഇതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ പറയുന്ന മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന സാധനം കയറി വന്ന് അവിടെ എല്ലാവരെയും അടിച്ചൊതുക്കി വേറെ ആൾക്കാരെ കൊണ്ടുവന്നു. മുസ്ലിം ബ്രദർഹുഡ്, ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഹമാസും ഈ PLOയും ഈ പറയുന്ന പാലസ്റ്റീനിൽ നടന്ന ഇസ്രായേലിൻ്റെ എതിരെ നടന്ന മൂവ്മെൻ്റാണ്. അതുകൊണ്ടാണ് ആൻറ്റി സെമറ്റിക് മൂവ്മെൻറ്റ് ഗ്ലോബലായിട്ട് വലിയ സംഭവമായി മാറിയത്. അപ്പം ഹമാസിന് 18 വർഷത്തെ ഭരണമല്ല, ആ സംഭവമേ ഇല്ലാതായി.